ദിവസങ്ങൾ വലിയ മാറ്റമില്ലാതെ കടന്നുപോയി. അതിനിടയിൽ എല്ലാവരും കൂടെ ഡ്രസ്സ് എടുക്കാൻ പോയി. രണ്ടു പേർക്കും അവരുടെ ഇഷ്ടത്തിനാണ് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതിന് കുറച്ചധികം സമയം വേണമെന്നുള്ളത് കൊണ്ട് അതെല്ലാം നേരത്തെ ശരിയാക്കി. നിശ്ചയം പെണ്ണിന്റെ വീട്ടിൽ വെച്ചാണ് നടത്തുന്നത്. വലുതായിട്ടൊന്നുമില്ല. ഹരിയുടെ വീട്ടിൽ നിന്ന് ഒരു 100 പേരും ഇവിടെ ഒരു 100 പേരും, അത്രയുള്ളൂ. എല്ലാം ഹരിയുടെയും റോഷനുടെയും ഇഷ്ടത്തിന് തന്നെയാണ് എടുത്തത്. ഹരി അവൾക്ക് എന്തൊരു ചെറിയ സാധനം വാങ്ങിക്കുമ്പോഴും അവളുടെ ഇഷ്ടം ചോദിക്കും. അതുപോലെ തന്നെയാണ് തിരിച്ചും. അങ്ങനെ 1.5 മാസം വേഗത്തിൽ കടന്നുപോയി. നിശ്ചയത്തിന്റെ തലേ ദിവസമായി രാത്രി ഇവിടെയെല്ലാം കഴിഞ്ഞ ശേഷം റയൻ ലച്ചുവിനെ അവളുടെ വീട്ടിൽ കൊണ്ട് വിടാമെന്ന് പറഞ്ഞിട്ടുള്ളത്. നാളെ അവളെ ഏട്ടൻ്റെ കൂടെ വരട്ടെ. ആകെയുള്ള ഒരു കൂടപ്പുറപ്പല്ലേ. നാളെ ഇടാനുള്ളതൊക്കെ റെഡിയാക്കിയില്ലേ? ഒന്നും മറക്കണ്ട. വല്ലതും മറന്നാൽ കൊണ്ടുവന്ന് തരാൻ എനിക്ക് ഒഴിവുണ്ടാവില്ല. കയ്യിൽ കിട്ടി വാച്ച് അഴിച്ച് ടേബിളിൽ വെക്കിനിടയിൽ റയൻഷ് പറഞ്ഞു. നിശ്ചയം നാളെയാണെങ്കിലും വീട്ടിൽ ഇന്ന് തന്നെ ഓരോരുത്തരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. സുഭദ്രയുടെ വീട്ടിൽ നിന്നും മറ്റുമൊക്കെ ഓരോരുത്തർ വന്നു തുടങ്ങിയിട്ടുണ്ട്. പുറത്ത് പഠിക്കാൻ പോയവരും ഹോസ്റ്റലുള്ളവരുമൊക്കെ വന്നിട്ടുണ്ട്. ആകെ മൊത്തം ബഹളം തുടങ്ങിയിട്ടുണ്ട്. റയൻ ഷട്ടുമാഷ ബാത്റൂമിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ ലച്ചുവിന് പിന്നിൽ നിന്നും പുണർന്നു. ആ പ്രവൃത്തിയിൽ റയൻ ശരിക്കും ഞെട്ടി. ഓഫീസിൽ ചെറിയൊരു വർക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വന്നതാണവൻ. രാത്രി ആവാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തു പറ്റി? ആ നിൽപ്പിൽ നിന്ന് ലച്ചുവിന്റെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് അവളെ മുന്നിൽ നിർത്തി ചോദിച്ചു. ലച്ചു ഒന്നും മിണ്ടാതെ അവന്റെ നെഞ്ചിലേക്ക് മുഖം അമർത്തി അവനെ ചുറ്റിപ്പിടിച്ചു. ഇതൊന്നും പതിവില്ലാത്തതാണ്, അതും ഈ നേരമില്ല നേരത്ത്. എന്തു പറ്റി? അളിയന്റെ അടുത്തേക്ക് പോകണോ? റയൻഷ് ചോദിക്കുമ്പോൾ ലച്ചു വേണ്ടത് തലയാട്ടി കാണിച്ചു. രാത്രി എല്ലാം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നെന്തിനാ ഒരു സങ്കടം? ഒന്നുമില്ല, ചുമ്മാ ഒന്ന് കെട്ടിപ്പിടിക്കണമെന്ന് തോന്നി. അവന്റെ നെഞ്ചിൽ നിന്ന് മകന്ന് മാറി ചീരുടെ ലച്ചു പറയുമ്പോൾ റയൻഷ് അവളുടെ നെറ്റിയിൽ മുത്തി. ഞാൻ കുളിച്ചു മാറ്റിയിട്ട് വരാം, നീ താഴേക്ക് പൊയ്ക്കോ. അവൻ പറയുമ്പോൾ ലച്ചു അത് സമ്മതിച്ചു. അവൾ താഴേക്കും അവൻ ബാത്റൂമിലേക്ക് നടന്നു. അപ്പോഴും എന്താകും അവളുടെ ഉള്ളിൽ നിന്ന് അവൻ ചിന്തിക്കാതെ ഇരുന്നില്ല. ഹരി ഓർത്തിട്ടാകും. അവളെ എല്ലാത്തിനും അമ്മയും അച്ഛനും ഉണ്ടായിരുന്നു. എന്നാൽ അവന്റെ കാര്യങ്ങൾക്ക് അവർ രണ്ടുപേരും കൂടെയില്ല, അവളും കൂടെയില്ല. അവനൊറ്റയ്ക്ക്. അതാകും അവളുടെ മനസ്സിൽ. ലച്ചു താഴേക്ക് നടന്നു. വേണ്ടപ്പെട്ടവരുടെയൊക്കെ വന്നതുകൊണ്ട് അത്യാവശ്യം തിരക്കുണ്ട്. സുഭദ്രയുടെ അച്ഛനും അമ്മയും ഹാളിലെ സെറ്റിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ഇവിടുത്തെ മുത്തശ്ശിൻ്റെയും മുത്തശ്ശിയുടെയും അത്രയും ആരോഗ്യമില്ലാത്തത് കൊണ്ട് ഒരു ഭാഗത്ത് തന്നെ ഇരിക്കും. കുടിക്കാൻ എന്തെങ്കിലും വേണം മുത്തശ്ശി? മുകളിൽ നിന്നും ഇറങ്ങി വന്ന ലച്ചു അവിടെ 2 പേരെയും അടുത്തേക്ക് ചെന്ന് ചോദിച്ചു. മുത്തശ്ശി അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് വേണ്ടെന്ന് തലയാട്ടി. ഒന്നും വേണ്ട മോളെ, വന്ന നേരം കൊണ്ട് ഇപ്പോൾ വരെ ഒരു ഗ്ലാസ് ചായ കുടിച്ചു, അത് തന്നെ ധാരാളമാണ്. മുത്തശ്ശൻ പറയുമ്പോൾ ലച്ചു ഒന്ന് ചിരിച്ചു. ഇവിടെ ഇരിക്കില്ലേ, ഞാൻ അടുക്കളയിലേക്ക് പോവാട്ടോ. ലച്ചു അവരോട് പറയുമ്പോൾ അവർ 2 പേരും ഒരു ചീരിയുടെ തല കുലുക്കി കാണിച്ചു. ലച്ചു അടുക്കളയിലേക്ക് നടന്നു. മുകളിലേക്ക് പോകുമ്പോൾ ഇല്ലാത്ത ആരൊക്കെയോ അടുക്കളയിൽ നിൽക്കുന്നുണ്ട്. ലച്ചു എല്ലാവരെയും നോക്കി ഒന്ന് ചിരിച്ചു കൊടുത്തു. എന്തിനാ ഇങ്ങോട്ട് വന്നത്? റൂമിൽ കുഞ്ഞിയുടെ കൂടെ ഇരിക്കായിരുന്നില്ലേ? സുഭദ്ര പറയുമ്പോൾ ലച്ചു അതിന് മറുപടി എന്ന് മൂളുക മാത്രം ചെയ്തു. എല്ലാവരും അവളെ തന്നെ നോക്കി നിൽക്കുന്നതിന്റെ ഒരു ചളപ്പുണ്ട്. ലച്ചു, ഈ ലഡുവും ജിലേബിയും ഒക്കെ പുറത്ത് മുറ്റത്തേക്ക് കൊണ്ടു കൊടുത്തേ, അവിടെ കുറച്ച് കുട്ടികൾ ഇരിക്കുന്നുണ്ട്. വല്യമ്മ ലച്ചുവിനെ നോക്കി പറയുമ്പോൾ സുഭദ്ര ലച്ചുവിനെ നോക്കി. ഇതുകൊണ്ടാണ് സുഭദ്ര അവളുടെ റൂമിലിരുന്നോ എന്ന് പറഞ്ഞത്. അവളെ കണ്ടാൽ ഓരോരുത്തർ ഓരോ പണി കൊടുക്കും. മോള് കുളിച്ചു മാറ്റി വീട്ടിലേക്ക് പോവാൻ നോക്കിക്കോ. ഇനി നിന്നാ രാത്രിയാകും. ഇത് ഞാൻ കൊടുത്തോളാം. അത് സാരിയില്ലമ്മേ, അവിടെ പരിപാടി ഒന്നുമില്ലല്ലോ, പതിയെ പോയാൽ മതി, ഇത് ഞാൻ കൊടുത്തോളാം. അതും പറഞ്ഞിട്ട് ലച്ചു സുഭദ്രയുടെ കയ്യിൽ നിന്ന് പ്ലേറ്റ് വാങ്ങി അടുക്കളയിൽ നിന്നും പുറത്തേക്ക് നടന്നു. പുറത്തുള്ള കുട്ടികൾക്കെല്ലാം കൊടുത്ത് അകത്തേക്ക് വരുമ്പോൾ ഹാളിലെ സെറ്റിൽ ഇരിക്കുന്ന മുത്തശ്ശനോടും മുത്തശ്ശിയോടും സംസാരിച്ചുകൊണ്ട് അഞ്ജുവിന്റെ അമ്മ ഇരിക്കുന്നുണ്ട്. അവർക്കൊപ്പം തന്നെ അഞ്ജുവും ഇരിക്കുന്നുണ്ട്. ലച്ചു പ്ലേറ്റ് കൊണ്ട് അവിടെ അടുത്തേക്ക് ചെന്നു. ലഡു വേണോ? ലച്ചു അഞ്ജുവിന്റെ അമ്മയുടെ അടുത്തേക്ക് ചെന്ന് ഒരു ചീരിയോടെ ചോദിച്ചതും അവളെ കാണാത്തതുപോലെ മുത്തശ്ശനോടും മുത്തശ്ശിയോടും സംസാരിച്ചുകൊണ്ടിരുന്നവർ മുഖമുയർത്തി ലച്ചുവിന്റെ മുഖത്തേക്ക് നോക്കി. വേണ്ട, എനിക്കിത്തിരി ഷുഗറുണ്ട്, മധുരം കഴിക്കാറില്ല. ലച്ചുവിൽ നിന്ന് മുഖം തിരിച്ചുകൊണ്ട് അവർ പറയുമ്പോൾ ലച്ചു നോക്കിയത് അഞ്ജുവിന്റെ മുഖത്തേക്കാണ്. അവളൊരു വല്ലായ്മയോടെ ഇരിക്കുന്നുണ്ട്. അവളുടെ അമ്മയുടെ ആ മുഖം തിരിക്കൽ അവൾക്കും പിടിച്ചിട്ടില്ല. അപ്പോ പറഞ്ഞു വന്നത്, എനിക്കിപ്പോ ഇന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല, നാളെ ചടങ്ങിന് വരെ മാത്രമേ ഇവിടുന്ന് പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ എനിക്കങ്ങനെ കരുതാൻ പറ്റുമോ? എന്റെ മകൾ ഗർഭിണിയല്ലേ. ഈ തിരക്കിലും ബഹളത്തിനും ഇടയിൽ അവളെ ആര് നോക്കാനാ? അമ്മയെ ഞാൻ തന്നെ വേണ്ടേ അവളെ ശ്രദ്ധിക്കാൻ? അതുകൊണ്ട് ഞാൻ തന്നെ പോന്നു. അവിടെ ഇരുന്നിട്ട് മനസ്സുറയ്ക്കണ്ടേ? അവർ പറയുമ്പോൾ മുത്തശ്ശി ഒന്ന് മൂളി. ലച്ചു അഞ്ജുവിന്റെ നേരെ പാത്രം നീട്ടിയപ്പോൾ അഞ്ജു അതിൽ നിന്നും 2 ലഡു കയ്യിലെടുത്തു. അവൾക്ക് ലഡു വേണ്ട പെണേ, ഇൻസുലിന്റെ അളവ് ഇത്തിരി കൂടുതലാ, അതുകൊണ്ട് മധുരമൊന്നും പാടില്ലെന്നാണ് ഇത് കൊണ്ടുപോയി ഓരോന്ന് കൊണ്ടുവന്നോളും മനുഷ്യനെ ഇടങ്ങേറ് പിടിപ്പിക്കാൻ.
ഇതിനൊക്കെ വിശേഷമുണ്ടായി ആരാ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുകയും നോക്കുകയും ചെയ്യാ? തന്തയും തള്ളയില്ലല്ലോ. അമ്മേ, ലച്ചുവിനെ നോക്കി അവർ പറഞ്ഞ വാക്കുകൾ അഞ്ജുവിന്റെ മനസ്സിൽ വല്ലാതെ തട്ടി. ആ വേദനയിൽ അവൾ വിളിക്കുമ്പോൾ ലച്ചു തേങ്ങിക്കൊണ്ട് തിരിഞ്ഞു നിന്നും കണ്ണിൽ നിന്നുമൊക്കെ കണ്ണുനീർ ഒഴുകിയിറങ്ങി. തിരിഞ്ഞു ലച്ചു നേരെ നോക്കിയത് റോഷ്നിയുടെ മുഖത്തേക്കാണ്. അവളിൽ നിന്ന് നോട്ടം ചെന്നത് കുളി കഴിഞ്ഞ് ഡ്രസ്സ് മാറ്റി താഴേക്കിറങ്ങി വരുന്ന റയാൻഷിലേക്കാണ്. ഈ സമയത്തൊരു പ്രശ്നം ഉണ്ടാക്കണമെന്ന് കരുതി സങ്കടം കടിച്ചു പിടിക്കാൻ നോക്കിയെങ്കിലും റയാൻഷ് അടുത്തേക്ക് വന്നപ്പോൾ അവൾക്കതിന് കഴിഞ്ഞില്ല. കരഞ്ഞുകൊണ്ട് റയാൻഷിന് നെഞ്ചിലേക്ക് വീണു. അവിടെ നടന്നൊന്നും കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലെങ്കിൽ കൂടിയും അവന്റെ കൈകൾ ലച്ചുവിന്റെ മുറുകുന്നതിലൊപ്പം അവന്റെ കണ്ണുകൾ അഞ്ജുവിന്റെ അമ്മയിൽ മാത്രം മുറുകി. നിങ്ങളെ ആരാ എന്ന് ക്ഷണിച്ചത്? റോഷ്നി അവിടെ മുന്നിലേക്ക് നിന്ന് ചോദിക്കുമ്പോൾ അവരുടെ മുഖം മാറി. റയാൻഷിനെയും റോഷ്നെയും ഇത്തിരി ടെൻഷനോടെ അവർ നോക്കി. നിങ്ങളെ ആരാ ഇന്നിങ്ങോട്ട് ക്ഷണിച്ചതെന്ന് ശബ്ദം അധികം ഉയർത്താതെ പല്ല് കടിച്ചുകൊണ്ട് റോഷ്നി ചോദിക്കുമ്പോൾ അവർ അഞ്ജുവിന്റെ മുഖത്തേക്ക് നോക്കി. അഞ്ജു ആ നോട്ടം കണ്ടിട്ടും കാണാത്തതുപോലെ കയ്യിലെ ലഡു വായിലേക്ക് വെച്ചു. രണ്ട് കേൾക്കണം, അങ്ങനെയെങ്കിലും ഇത്തിരി സമാധാനം കിട്ടുമല്ലോ എന്നാണ് അവൾ ചിന്തിച്ചത്. റയാൻഷ് അവന്റെ നെഞ്ചിൽ മുഖം അമർത്തി അവനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ലച്ചുവിന്റെ മുഖം അവന് നേരെ ഉയർത്തി. നമുക്ക് പോയാലോ? ഹളീന്റെ അടുത്തേക്ക് പോവാം. റയാൻഷ് ലച്ചുവിന്റെ കവിളിലെ കണ്ണുനീർ തുടച്ചു കൊടുത്തുകൊണ്ട് ചോദിക്കുമ്പോൾ ലച്ചു തല കുലുക്കി. അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നവരൊക്കെ അവരെ നോക്കുന്നുണ്ട്. റയാൻഷ് ലച്ചുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അഞ്ജുവിന്റെ അമ്മയുടെ നേരെ നടന്നു. അവർ ഇപ്പോഴും റോഷ്നി ചോദിച്ചതിന് മറുപടി ഒന്നും കൊടുക്കാതെ സെറ്റിയിരിക്കുകയാണ്. നിങ്ങൾ എന്താ പറഞ്ഞെന്ന് എനിക്കറിയില്ല, പക്ഷെ ആ പറഞ്ഞത് എൻ്റെ പെണ്ണിന് നല്ല സങ്കടമായിട്ടുണ്ട്. അതുകൊണ്ട് പറയുക, ഇപ്പം ഇറങ്ങിക്കോ. നാളത്തെ പരിപാടിക്ക് നിങ്ങളിവിടെ കാണാൻ പറ്റില്ല. ഇനി പോവാൻ ഉദ്ദേശമില്ലെങ്കിൽ ഞാൻ എൻ്റെ ഏട്ടനെ വിളിക്കാം. റയാൻഷ് പറയുമ്പോൾ അവർ പേടിയോടെ സെറ്റിൽ നിന്നും എഴുന്നേറ്റു. അങ്ങനെ എല്ലാവരോടും പറഞ്ഞ് പെരിപ്പിക്കാൻ മാത്രം ഞാനൊന്നും പറഞ്ഞിട്ടില്ല. നിന്റെ ഭാര്യ ഗർഭിണിയായാൽ നോക്കാൻ ആരുമില്ലല്ലോ എന്നാ പറഞ്ഞത്. അതിനിപ്പോ ഇത്ര കരയേണ്ട കാര്യമുണ്ടോ? അവർ പറയുമ്പോൾ റയാൻഷ് ലച്ചുവിന്റെ മുഖത്തേക്ക് നോക്കി. ആ ചുണ്ടുകൾ അവനെ നോക്കി വിതുമ്പിയതും അവളുടെ തലയിൽ പിടിച്ചുകൊണ്ട് മുഖം അവനെ നെഞ്ചിലേക്ക് അമർത്തി വെച്ചു. എന്റെ ഭാര്യ ഗർഭിണിയായാൽ നോക്കാൻ ഞാനില്ലേ? എന്തിനാ പുറത്തുനിന്നൊരാൾ? റയാൻഷ് അതുവരെ ഇല്ലാത്ത കട്ടിയിലും കനത്തിലും ചോദിക്കുമ്പോൾ എല്ലാം കണ്ടുകൊണ്ട് സെറ്റിലിരിക്കുന്ന മുത്തശ്ശൻ സെറ്റിൽ നിന്നും എഴുന്നേറ്റു. വേണ്ട കിച്ചു, ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട. എല്ലാവരും ശ്രദ്ധിക്കണം. പോവാൻ നോക്ക്. ഇനി നിങ്ങൾ ഇവിടെ നിന്നാൽ കൂടുതൽ പ്രശ്നമാകും. ചെല്ലുമോളെ. അഞ്ജു, അമ്മയെ യാത്രയാക്കിയിട്ട് വാ. ശരി മുത്തശ്ശ, വരൂ അമ്മേ. മുത്തശ്ശൻ അവസാനത്തെ വാക്കുകൾ അഞ്ജുവിനെ നോക്കി പറയുമ്പോൾ അവൾ സെറ്റിൽ നിന്നും എഴുന്നേറ്റ് അവളുടെ അമ്മയുടെ കൈ പിടിച്ച് പുറത്തേക്ക് നടന്നു. റോഷ്നി ദേഷ്യത്തിൽ അവരെ നോക്കിയതിനു ശേഷം ലച്ചുവിനെ നോക്കി. റയാൻഷിന്റെ നെഞ്ചിൽ ചാരി നിൽക്കുകയാണ്. മൈലാഞ്ചി ഇട്ടോ? ലച്ചു കണ്ണുകൾ അമർത്തി തുടച്ച് ചോദിക്കുമ്പോൾ റോഷ്നി കൈ രണ്ടും നീട്ടിപ്പിടിച്ചു. കല്യാണത്തിന് മെഹന്തി ഇട്ടോളാൻ പറഞ്ഞ് വാശി പിടിച്ച പെണ്ണാണ്. പിന്നെ ഹരി പറഞ്ഞിട്ടാണ് സമ്മതിപ്പിച്ചത്. ഒന്നിനോടും ഒരിഷ്ടവുമില്ല. നിങ്ങൾ അങ്ങോട്ട് പോവാണോ? റോഷ്നി റയാൻഷിനെ നോക്കി ചോദിക്കുമ്പോൾ അവൻ തല കുലുക്കി. ഞാനും വരട്ടെ? റോഷ്നി ചിരി പരത്തിക്കൊണ്ട് ചോദിക്കുമ്പോൾ റയാൻഷ് അവളെ നിന്ന് കണ്ണൊട്ടി നോക്കിയതും അവൾ മുഖം കയറ്റി പിടിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു. റയാൻഷ് ലച്ചുവിനെ കൊണ്ട് റൂമിലേക്ക് തന്നെ കയറി. നാളെ കൊണ്ടുപോകാനുള്ളതൊക്കെ എടുത്തുകൊണ്ട് രണ്ടുപേരും താഴേക്ക് തന്നെ ഇറങ്ങി. നീ ഇന്ന് വരില്ലേ? ശ്രീയാക്കിയിട്ട് വരാം. ദേവേന്ദ്രൻ മറുപടി കൊടുത്തുകൊണ്ട് റയാൻഷ് നോക്കിയത് ലച്ചുവിന്റെ മുഖത്തേക്കാണ്. അവൾ അവരെ നോക്കിക്കൊണ്ട് കാറിലേക്ക് കയറി. ആ നോട്ടം കണ്ടപ്പോൾ ഇന്ന് വരവ് നടക്കില്ലെന്ന് അവന് ഉറപ്പായി. ആങ്ങളെയും പെങ്ങളും കൂടെ അവിടെ നിർത്തും. അവനൊരു ചീരിയുടെ കാറിലേക്ക് കയറി അവിടെ നിന്ന് പോയി. കിച്ചു, നീ ഇന്ന് വരില്ലേ? മിക്കവാറും വരില്ല. ലച്ചു വിട്ടാലും അവനെ ആളെയും വിടില്ല. മുറ്റത്ത് നിൽക്കുന്ന എല്ലാവരെയും നോക്കി രുദ്രൻ പറയുമ്പോൾ എല്ലാവരുടെ ചുണ്ടിലും ഒരു ചിരി വിരിഞ്ഞു. റയാൻഷ് കാർ നിർത്തിയതും ഹരി വന്ന് ലച്ചു ഇരിക്കുന്ന ഭാഗത്തെ ഡോർ തുറന്നു കഴിഞ്ഞതും നീ ഞങ്ങളെ കാത്തു നിൽക്കുമായിരുന്നോ? സീറ്റ് ബെൽറ്റ് അഴിക്കുന്നതിനൊപ്പം തുറന്നു കിടക്കുന്ന ഡോറിന്റെ ഭാഗത്തുകൂടെ ഹരിയെ നോക്കിക്കൊണ്ട് റയാൻഷ് ചോദിച്ചു. പിന്നല്ലാതെ, വൈകുന്നേരം മുതൽ കാത്തു നിൽക്കാൻ തുടങ്ങിയതാ. ഇനി നേരം വൈകിയാൽ നിങ്ങളെ ഇവിടെ കയറ്റത് തിരിച്ചു വിടാമെന്ന് കരുതിയതാ. ലച്ചു ഇറങ്ങിയതും അവളുടെ തോളിലൂടെ കയറ്റുകൊണ്ട് ഹരി പറഞ്ഞു. റയാൻഷ് അതിന് ചിരിച്ചുകൊണ്ട് തല കുലുക്കി. ഹരി അതേ ചീരിയുടെ ലച്ചുവിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ കണ്ണിൽ വെള്ളം നിറച്ചുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. എന്താ ഹേ? ഹരി ഒന്ന് കണ്ണും വീഴിച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ ലച്ചു ഒന്നും മിണ്ടാതെ അവനെ മുറുക്ക കെട്ടിപ്പിടിച്ചു. ഹരി രണ്ട് കൈകൊണ്ടും അവളെ ചേർത്ത് പിടിച്ചു. റയാൻഷ് അവരെ രണ്ടുപേരെയും നോക്കിക്കൊണ്ട് പിന്നിൽ ഡോർ തുറന്ന് ബാഗ് കയ്യിലെടുത്തു. എന്താടാളിയ, ഇവൾക്ക് ഇത് എന്ത് പറ്റി? ഹരി റയാൻഷിനെ നോക്കി ചോദിക്കുമ്പോൾ അവനൊന്ന് കണ്ണ് ചിമി. ഇറങ്ങാൻ നേരം ആ തള്ള പറഞ്ഞതൊക്കെ മനസ്സിൽ ഓർത്തിട്ടാണ് ഇങ്ങോട്ടുള്ള വരവ്. ഇവിടെ വന്നപ്പോൾ ഹരിയെ മുന്നിൽ കണ്ടപ്പോൾ ഒന്നും ആലോചിക്കാതെ സങ്കടം വന്നിട്ടുണ്ടാവും. എന്ത് പറ്റില്ല ചൂസേ? ഏട്ടൻ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണോ? ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ.
ഞാൻ നിങ്ങളെ കുറച്ചുകൂടെ കഴിഞ്ഞാൽ പ്രതീക്ഷിച്ചത്. അളിയൻ്റെ ഒരേ ഒരു പെങ്ങളുള്ള നിക്ഷയല്ലേ, അതിനൊന്നും ചെയ്യാതെ എല്ലാം അവിടെ ഓടി വരാൻ പറ്റുമോ? അതൊക്കെ എനിക്കറിയില്ലേ. ഞാനും ഒരു പെങ്ങളെ കെട്ടിച്ചു വിട്ടതല്ലേ. ലച്ചുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഹരി പറയുമ്പോൾ ലച്ചു ഒന്നും മിണ്ടാതെ അവന്റെ മുഖത്തേക്ക് നോക്കുക മാത്രം ചെയ്തു. ശേഷം ഒന്ന് ചിരിച്ചു. റയാൻഷ് ഹരിയെ നോക്കിയെന്ന് ചുണ്ടു പൊട്ടിക്കൊണ്ട് അകത്തേക്ക് നടന്നു. ആ ആരിത്? റയാൻഷ് എത്തിയോ? അവൻ അകത്തേക്ക് കയറിയതും അകത്തിരിക്കുന്നവരെ കണ്ടപ്പോൾ റയാൻഷ് ഒന്ന് നോക്കി. ഇത്രയ്ക്ക് ആളെ അവൻ പ്രതീക്ഷിച്ചില്ല. നിശ്ചയം പെണ്ണിന്റെ വീട്ടിൽ വെച്ചാണല്ലോ നടക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ എല്ലാവരുടെയും ആവശ്യമില്ലല്ലോ. ഇതൊക്കെ അമ്മയുടെ ആൾക്കാരാ. ലച്ചുവിനെ കൊണ്ട് റയാൻഷിന്റെ പിന്നലെ കയറി വന്ന ഹരി സെറ്റിലിരിക്കുന്നവരെ നോക്കി പറഞ്ഞു. അതിൽ അവന്റെ വല്യച്ഛന്മാരൊക്കെയുണ്ട്. ഹരി പറഞ്ഞപ്പോൾ ഇതെല്ലാം ഏതമ്മയുടെ കുടുംബമാണെന്ന് അവന് മനസ്സിലായില്ല. രൂപയുടെയാണോ അതോ അവരുടെ സ്വന്തം അമ്മയുടെ കുടുംബമാണോ അറിയില്ല. ആരെയും കണ്ട ഓർമ്മയില്ല എന്ന ചില മുഖങ്ങൾ കണ്ട പോലെയുണ്ട്. ലച്ചു അപ്പോഴേക്കും ഹരിയിൽ നിന്നും അകന്ന് ഓരോരുത്തരും സംസാരിച്ചിട്ട് അവരുടെ അകത്തേക്ക് പോയി. റയാൻഷ് എല്ലാവരെയും കണ്ടപ്പോൾ പിന്നെ അകത്തേക്ക് കയറിയില്ല. ഹാളിൽ അവർക്കൊപ്പം ഒരു 5 മിനിറ്റ് ഇരുന്നു. ആരോ ഒരു ഗ്ലാസ് ജ്യൂസ് കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ അതൊരൽപ്പം കുടിച്ച ശേഷം അവൻ ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റു. എന്നാ ഞാൻ ഇറങ്ങട്ടെ, നാളെ കാണാം. റയാൻഷ് പറഞ്ഞതും ഹരി ഇരുന്നിടത്തുനിന്നും എഴുന്നേറ്റു. പോവാണോ? ഇവിടെ നിൽക്കുന്നില്ലേ? ഇല്ല, അവിടെ കുറച്ച് പണിയുണ്ട്. ശ്രീ അവനെ നോക്കി ചോദിച്ച വല്ലേശ്വരനെ നോക്കി പറഞ്ഞ ശേഷം ചുറ്റുമൊന്ന് നോക്കി ലച്ചുവിനെ കാണാതെ വന്നതും അവനെ ഉറക്ക വിളിച്ചു. അടുക്കളയിലായിരുന്ന ലച്ചു സാരി ഒതുക്കി പിടിച്ചുകൊണ്ട് ധൃതിയിൽ വന്നു. ഈ കണ്ട ആൾക്കാരുടെ ഇടയിൽ നിന്നൊക്കെ അവൻ ഇത്രയ്ക്ക് ഉറക്കെ വിളിക്കണമെന്നുണ്ടെങ്കിൽ അതെന്തിനാണെന്നറിയണ്ടേ? ഞാൻ ഇറങ്ങട്ടെ. അവൾ അടുത്തേക്ക് വന്നതും അവൻ കുടിച്ച് പകുതിയൊക്കെ ഗ്ലാസ് അവളുടെ കയ്യിലേക്ക് വെച്ച് കൊടുത്തുകൊണ്ട് ചോദിച്ചു. ലച്ചു ഒന്നും മിണ്ടാതെ ഹരിയെ നോക്കി. നീ ഇപ്പൊ പോണാളിയാ? അവിടെ ഇനി എന്ത് പണിയാ? ചെന്നിട്ട് ഉറങ്ങുമല്ലേ വേണ്ടു? നമുക്ക് കൂടാടാ, നീ പോവല്ലേ? ഹരി റയാൻഷിന്റെ അടുത്തേക്ക് വന്ന് പറയുമ്പോൾ റയാൻഷ് ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു. അത് കുടിക്ക്. അവന്റെ ഒപ്പം വരുന്ന ലച്ചുവിനെ നോക്കി അവനത് പറഞ്ഞതും കയ്യിലുള്ള ഗ്ലാസ് അവൾ ചുണ്ടോട് മുട്ടിച്ചിരുന്നു. 3 പേരും പുറത്തേക്ക് ഇറങ്ങി. ഈ കണ്ട ആൾക്കാരുടെ ഇടയിലൊക്കെ ഞാൻ എങ്ങനെ നിൽക്കാനാ? എനിക്ക് മടിയാ. പുറത്തേക്ക് ഇറങ്ങിയതും അവൻ ഹരിയുടെ നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു. ജ്യൂസ് ഗ്ലാസ് ചുണ്ടിൽ നിന്ന് അകത്തിൽ ലച്ചു ഒന്ന് ചിരിച്ചു. മടിയാണെന്ന് പറയുന്നത് കേട്ട് ചിരി വന്നതാണ് അവൾക്ക്. റയാൻഷ് ലച്ചുവിനെ നോക്കി പുരികം പോക്കി. ലച്ചു ഒന്നുമില്ലെന്ന് തലയാട്ടി. അതിന് അവരൊന്നും ഇന്നിവിടെ നിൽക്കില്ല. നാളെ ഇറങ്ങാൻ നേരത്തെ വരും. മറ്റുള്ളവരൊക്കെ അപ്പുറത്തേക്ക് പോകും. ഇനി ആരെങ്കിലും ഒരാൾ നിന്നാൽ എന്താ? നിങ്ങളുടെ റൂമിലല്ലേ കിടക്കുക? ഹരി പറയുമ്പോൾ അത് വേണോ എന്നൊരു രീതിയിൽ റയാൻഷ് ലച്ചുവിനെ നോക്കി. അവളും അവനെ നോക്കി നിൽക്കുകയാണ്. ആ കൺപീരികൾ ഇപ്പോഴും നനഞ്ഞു കിടക്കുന്നുണ്ട്. കണ്ണുകളിൽ ഒരു ക്ഷീണം പോലെ. വയ്യേ നിനക്ക്? ഒരു ഉഷാറില്ലാത്ത പോലെ പറയുന്നതിനൊപ്പം ലച്ചുവിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവന്റെ അടുത്തേക്ക് വലിച്ചു. ലച്ചു ഒന്നും മിണ്ടിയില്ല. ഹരി 2 പേരെയും നോക്കി. അവൻ പറഞ്ഞതിലും കാര്യമുണ്ട്. ആകെ ഒരു ക്ഷീണം പറ്റി പോലൊരു നിൽപ്പ്. ഒറ്റയ്ക്ക് ഭക്ഷണം കഴിച്ചില്ലേ? പിന്നെന്താ, പനിക്കുന്നുണ്ടാവും? അതും ചോദിച്ചുകൊണ്ട് റയാൻഷ് ലച്ചുവിന്റെ കഴുത്തിൽ തൊട്ടു. ഹരി അവളെ നെറ്റിയിലും തൊട്ടു. ചൂടൊന്നുമില്ലല്ലോ, പിന്നെന്താ ആകെ ഒരു വാട്ടം? റയാൻഷ് ചോദിക്കുന്നതിനൊപ്പം ലച്ചു അവനെ നെഞ്ചിലേക്ക് ചാരി. പോവണ്ട. അവൾ പറഞ്ഞതും റയാൻഷ് അവളുടെ പുറത്ത് പതിയൊന്ന് തട്ടി. ലച്ചു മുഖമുയർത്തി അവന്റെ മുഖത്തേക്ക് നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഹരി ഒന്നും മനസ്സിലാവാതെ 2 പേരെയും നോക്കി നിൽക്കുകയാണ്. അതിനെന്തിനാ കരയുന്നത്? ഞാൻ പോകുന്നില്ല പോരെ? റയാൻഷ് പറയുമ്പോൾ ലച്ചു ഒന്ന് മൂളിക്കൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് മുഖം അമർത്തി. എന്തുപറ്റി? ലച്ചുവിനെ നോക്കി അത് ചോദിക്കുമ്പോൾ ഹരി ആകെ ഒരു ടെൻഷൻ. ചുമ്മാ അവൾക്ക് ഞാൻ ഇവിടെ നിൽക്കണം, അതിനോരോ അടവ്. റയാൻഷ് പറയുമ്പോൾ ഹരിയും ലച്ചുവും ചിരിച്ചു. എന്നാ ഞാൻ പോയിട്ട് എൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് കുറച്ച് കഴിഞ്ഞിട്ട് വന്നാൽ മതിയോ? അവനത് ചോദിക്കുമ്പോൾ ലച്ചു അവൻ്റെ മുഖത്തേക്ക് നോക്കി ചിരിച്ചു. അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടാകും അല്ലേ? അവൻ ചോദിക്കുമ്പോൾ ലച്ചു ചിരിച്ചുകൊണ്ട് തല കുലുക്കി. നിന്റെ പെങ്ങളെ കാണുന്ന പോലെയൊന്നും അല്ല, ഭയങ്കരിയ. റയാൻഷ് ലച്ചുവിനെ തോളൂടെ കൈയിട്ട് അവനിലേക്ക് ഒന്നുകൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഹരിയെ നോക്കി പറയുമ്പോൾ ഹരി ചിരിച്ചു. നിന്റെ പെങ്ങൾ പിന്നെ കാണുന്നതിനേക്കാൾ ഭയങ്കരിയ എന്നുള്ളത് ഇത്തിരി നീട്ടിക്കൊണ്ട് ഹരി പറയുമ്പോൾ അതെനിക്കറിയാലോ എന്നൊരു ചിരിയായിരുന്നു അവൻ്റെ ചുണ്ടിൽ. ലച്ചു ചിരിയോടെ അകത്തേക്ക് പോയപ്പോൾ ഹരി റയാൻഷും പുറത്തിരുന്നു. അകത്തുള്ളവരൊക്കെ പോവാൻ ഇറങ്ങുമ്പോഴാണ് അവരവരുടെ അടുത്തേക്ക് പോയത്. റയാൻഷ് പോയില്ലേ? ഞാൻ വിട്ടില്ല. നാളെ ഇവിടുന്ന് അങ്ങോട്ട് തന്നെയല്ലേ പോകുന്നത്. ഞാൻ ഇറങ്ങുമ്പോൾ എൻ്റെ ഒരു അളിയനൊപ്പം വേണ്ടേ? ആരെ ചോദിച്ച ചോദ്യത്തിന് ഹരിയുടെ മറുപടി കൊടുത്തത്. എല്ലാവരും പോയപ്പോൾ ഹരിയും റയാൻഷും പുറത്തിരുന്ന് കുറേ സംസാരിച്ചു. ഇടയ്ക്കൊരു ബീറും കുടിച്ചു തീർത്തു. അമ്മോ, നിന്റെ പെങ്ങളെ കുളിച്ചെന്നറിഞ്ഞാ ഇതോടെ തീർന്നു. റിങ് ചെയ്ത ഫോൺ കയ്യിലെടുത്തുകൊണ്ട് ഹരി പറയുമ്പോൾ റിയാൻഷ് ഒരു ചീരിയുടെ ചെറിലും എഴുന്നേറ്റ് അകത്തേക്ക് നടന്നു. ഹരി ചീരിലേക്ക് ചാരി എന്ന ഫോൺ ചെവിയിലേക്ക് വെച്ചു. ചാരിക്കിടന്ന വാതിൽ തുറന്ന റിയാൻഷ് അകത്തേക്ക് കയറി. ലൈറ്റില്ല. സീലിംഗിൽ തൊങ്ങിക്കിടക്കുന്ന ഫാനിലേക്ക് ലൈറ്റ് കത്തുന്നുണ്ട്. അതിലെ മങ്ങിയ നീല നിറം
ആ റൂമിൽ ചെറിയ വെളിച്ചം വീശുന്നുണ്ട്. വാതിലടച്ച് ലോക്കാക്കിയ ശേഷം റയാൻഷ് ലച്ചുവിൻ്റെ അടുത്തേക്ക് കയറി കിടന്നു. എൻ്റെ ചുന്ദരി ഭാര്യ ഉറങ്ങിയോ? പിന്നിൽ നിന്നും അവളെ പുണർന്നുകൊണ്ട് റയാൻ ചോദിക്കുമ്പോൾ ലച്ചുവിൽ നിന്നും അനക്കമൊന്നും ഉണ്ടായില്ല. അവൾ നല്ല ഉറക്കത്തിലാണെന്ന് കണ്ടതും അവൻ അവളെ തിരിച്ചു കിടത്തി അവളുടെ മാറിലേക്ക് മുഖം അമർത്തി അവളെ ചുറ്റിപ്പിടിച്ച് കിടന്നു. അവൻ്റെ കണ്ണുകൾ വേഗത്തിൽ നിദ്രയെ തഴുകി.